അദ്ദേഹത്തിന് പൂജാതി കാര്യങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, സമയാസമയത്ത് വേണ്ടത് കൊടുക്കുക. അതാണ് ഈ പുഞ്ചികത്തലയ്ക്കുള്ള ഉദ്യോഗം. അവിടെ അതൊക്കെ വേണ്ട പോലെ അവിടെയാണ് ചെയ്യുന്നുണ്ടായ കൂട്ടത്തില് ഒരു ദിവസം ബൃഹസ്പതിയെ സേവിക്കാൻ വേണ്ടി സ്വർഗത്തിന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അങ്ങനെ പോകുമ്പോഴാണ് അനേകം ഉദ്യാനങ്ങളുണ്ട് സ്വർഗത്തിൽ. ആ ഉദ്യാനങ്ങളിൽ കൂടെ അങ്ങനെ കടന്നു പോകുമ്പോ എന്താ അതിന്റെ മുകളിൽ ചെറിഞ്ഞിരിക്കണത്? ഇപ്പൊ നോക്കി നോക്കുക, ഇവിടെ എത്ര സൗകര്യം ഉണ്ടെങ്കിലും അതിന്റെ മുകളിലാണ് കയറിയിരിക്കും. കൊറിയന്മാരെ ഒന്നല്ല, അപ്പുറത്ത് വേറൊന്നുണ്ട്, അപ്പുറത്ത് അങ്ങോട്ട് അവിടെ ചാടുണ്ട്, ഇങ്ങോട്ട് ചാടുണ്ട്. പണ്ടോന്ന് സംശയം. അപ്പൊ തന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കണില്ലേ? അപ്പൊ ശരിക്കും ഉണ്ടെങ്കിലുള്ള ഒരു സ്ഥിതി എന്താ? ആ മുഞ്ചിക സ്ഥല അവിടെ വാനരത്താൻമാരങ്ങനെ കളിക്കണ കണ്ടപ്പോ ചിലത് അങ്ങോട്ട് ചാടുന്നു, അമ്മ കുട്ടിയെടുത്തു, പപ്പാടെ കൂടി അങ്ങനെ കണ്ട് വാനരത്താൻമാരുടെ പല ക്രീഡകളും കണ്ട് കുറച്ചു നേരം അവിടെയാണ് മുമ്പ്. കുറച്ചാങ്ങട് കഴിഞ്ഞപ്പോഴേ നേരെ അപകടമായില്ലോ. മഹർഷിയുടെ അടുത്തേക്ക് പോണ്ടേ, ബൃഹസ്പതിയുടെ അടുത്തേക്ക് ഓടിയാൽ. അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ മാന്തിച്ചേ? അല്ല, ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്നറിയാം, അതാ ചോദിക്കണത്. ഇന്നെന്താ വേറെ എവിടെയെങ്കിലും ഉദ്യോഗം ഉണ്ടായിരുന്നു? പക്ഷേ ഞാൻ അങ്ങേ സേവിക്കാൻ വേണ്ടി വരണ വഴിക്ക് വാനരത്താന്മാർ ഉദ്യാനത്തിങ്കൽ ക്രീഡിക്കണ കണ്ട് അവിടെ നിന്ന് പോയി. മഹർഷി സ്ഥിതപ്രജ്ഞനായിരിക്കുന്ന അദ്ദേഹത്തിന് പുഞ്ചികസ്ഥല ഈ പറഞ്ഞ സത്യം കേട്ടപ്പോ ദേഷ്യമൊന്നും വന്നില്ല. പക്ഷേ അദ്ദേഹം ആലോചിച്ചു, എന്താ സ്വധർമ്മം ചെയ്യേണ്ട സമയത്ത് സ്വധർമ്മം ചെയ്യാതെ കണ്ട് മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതരായി കഴിഞ്ഞാൽ അതിന് ശിക്ഷയില്ലാൻ പറ്റില്ല. എന്നല്ല, ഇവിടെ ശിക്ഷയില്ലെങ്കിൽ കീഴ്പ്പെട്ടൊക്കെ ഉണ്ടാകും. എന്താ ശിക്ഷ മോളിൽ തന്നെ തുടങ്ങണം, ഇല്ലെങ്കിൽ താഴത്തുള്ളതൊക്കെ അപകടം. സ്വർഗത്തിൽ ശിക്ഷയില്ലെങ്കിൽ ആളുകൾ പറയില്ല, പുഞ്ചികത്തലയ്ക്ക് സ്വർഗത്തിൽ ശിക്ഷ ഉണ്ടായിട്ടില്ല, പിന്നെ ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ വരില്ല, എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തു കൊടുക്കണം. എന്താ വേണ്ടതെന്ന് ആലോചിച്ചു. അല്ലേ പുഞ്ചികത്തല, നീയ സ്വധർമ്മം അനുഷ്ഠിക്കേണ്ട സമയത്ത് വാനരന്മാരുടെ ക്രീഡ കണ്ടു നിന്നതുകൊണ്ട് നീയ ഭൂമിയിങ്കൽ ചെന്നൊരു വാനരായിട്ട് ജനിക്കട്ടെ. ഇവൻ ജനിക്കാണ്ടായ കാരണമാണ് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാ പുഞ്ചികസ്ഥല ഒരു വാനര സ്ത്രീയായി മാറിയതെന്ന്? ശാപാകത കിട്ടിയപ്പോ മഹർഷേ, ഇത്ര ചെറിയൊരു അപരാധത്തിന് ഇത്ര വലിയ ശിക്ഷയോ? പുഞ്ചികസ്ഥല, നീ പരിഭ്രമിക്കണ്ട. ഈ ശാപം നിനക്കൊരു അനുഗ്രഹം. നീ ഭൂമിയിങ്കൽ ചെന്ന് അതിപ്രസിദ്ധനായിരിക്കുന്ന ഒരു പുത്രന് ജന്മം നൽകും. അവൻ ത്രൈലോക്യവീരനായിത്തീരുന്നു മാത്രമല്ല, ലോകമുള്ളിടത്തോളം കാലം അവനെ ആളുകളെ ഓർക്കും. അങ്ങനെ ഒരു പുത്രന് നീ ജന്മം കൊടുത്താൽ നിനക്ക് പഴയതുപോലെ സ്വർഗത്തേക്ക് പോരാ. അതിനെന്താ നീ ചെയ്യേണ്ടത് വെച്ചാൽ അഞ്ജന എന്നുള്ള പേര് സ്വീകരിച്ച് ഭൂമിയിങ്കൽ ചെയ്യുക. എന്നിട്ട് ഒരു വാനരനെ ഭർത്താവായിട്ട് സ്വീകരിച്ച് പാർവതീ പരമേശ്വരന്മാരെ സേവിക്കും. ആ ശ്രീപാർവതീ പരമേശ്വരന്മാരെ നീ വേണ്ട പോലെ സേവിച്ചാൽ നിനക്ക് അവരുടെ അനുഗ്രഹത്തിങ്കൽ ഒരു ഉണ്ണി ഉണ്ടാവും, ശാപമോക്ഷവും കിട്ടും എന്ന് കേട്ടു. അവളോട് അത് പറഞ്ഞ് മഹർഷി വഹിക്കാണ്ട് പോയി. അവളെ എന്താ വേണ്ടേന്ന് അറിയാതെ കണ്ട് നിൽക്കുമ്പോ നോക്കിയപ്പോ കയ്യു മാറി. ആ സ്വർഗത്തിങ്കൽ അപ്സരസായിരിക്കുന്ന അവളുടെ കയ്യിലൊക്കെ രോമം മുളച്ചു, വാലൊക്കെ മുളച്ചു വരാൻ തുടങ്ങി, മുഖമൊക്കെ മാറി. മഹർഷിയുടെ ശാപം ഫലിച്ചു. നീ എന്താ ചെയ്യാ? നീ ഇവിടെ നിൽക്കാൻ വയ്യ, ഭൂമിയിങ്കൽ പോവാ. 3.25 നാഴിക നേരം കൊണ്ട് ഭൂമിയിലെത്തിയില്ലെങ്കിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയാവും നിശ്ചയിച്ച് അവിടെ ഭൂമിയിലേക്ക് അവിടെ പുറപ്പെട്ടു. ഭൂമിയിൽ വന്നിട്ട് എന്താ അവിടെ ചെയ്യണത്? സാധാരണ എനിക്ക് നമ്മളൊക്കെ ചെയ്യണ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. എന്താണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്? ഏകദേശം പ്രായമായിട്ടുള്ള കിടാങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്താ ചെയ്യുക?
വിവാഹപ്രായമായാൽ വരനെ അന്വേഷിക്കും. ഭർത്താവായിട്ട് യോഗ്യനായിട്ടുള്ള ആരെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കും. എന്നല്ല, ഇവിടെ ഇപ്പം അതിന് വിശേഷമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വന്ന് അന്വേഷിച്ച കാര്യം നടക്കുന്നു. അപ്പോ വേണ്ട പോലെ ഭർത്താവിനെ കിട്ടുമെന്ന് വിചാരിച്ച ആളുകളൊക്കെ അന്വേഷിച്ച് നടക്കലുണ്ട്. ചിലപ്പോ വേണ്ട പോലെ ഒന്നും തരാനില്ല, എന്തെങ്കിലും ഒരെണ്ണത്തിനെ തരായാൽ മതി എന്ന് കുറച്ച് കഴിഞ്ഞാൽ. എന്നാലും ആരെങ്കിലും എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും എന്റെ ഭർത്താവ് ഒരു വരകൻ ഏതെങ്കിലും സ്ത്രീകൾ പറയും. ചിലപ്പോ അങ്ങനെയാവും, എന്നാലും അറിയില്ല, അതാ സ്ഥിതി. എന്നാൽ ഇവളുടെ സ്ഥിതി എന്താ? ഒരു കൊരങ്ങനെ ഭർത്താവായിട്ട് തരാമോ? എവിടെയാ ഒരു കൊരങ്ങനെ ഭർത്താവായിട്ട് കിട്ടുക? കൊരങ്ങനെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുക തന്നെയാണ്. ഏതെങ്കിലും ഒരെണ്ണത്തിനെ തരായാൽ മതി, ഒരു കൊരങ്ങനെ കിട്ടുമോ അന്വേഷിച്ച് കൂട്ടത്തില് മഹാമേരു പർവ്വതം തന്റെ ശരീരം മുഴുവൻ സ്വർണമയമാക്കി തീർത്ത് ആ പർവ്വതം മുഴുവൻ സ്വർണ്ണമായിട്ട് അവിടെ സ്വർണമയമാക്കി തീർത്തിരിക്കേണ്ടതും ആ പർവ്വതത്തിന്റെ രക്ഷ കൂടി മാനിച്ച് ഭഗവത് ഭക്തനായിരിക്കുന്ന കേസരി എന്നു പേരായ ഒരു വാനരപ്രവരൻ അവിടെ വന്ന് കൂടിയിട്ടുണ്ടെന്നും ഈ അഞ്ജന മനസ്സിലാക്കി അവള് ആ കേസരിയെ ചെന്ന് കണ്ടു. കേസരി അവൾക്ക് അഭയം കൊടുത്ത് ഭാര്യയായി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, രണ്ടാളും കൂടി അതിവേഗമായിട്ട് പാർവതി പരമേശ്വരന്മാരെ സേവിക്കാൻ. രണ്ടാളും കൂടി ഒന്നിച്ച് ഒരു നേരം ഒരു ദിക്കില് പാർവതി പരമേശ്വരന്മാരെ സേവിച്ചാൽ അതിലും വൈശിഷ്ട്യം വേറൊന്നിലുമില്ല. ഇവിടെ രണ്ടാളും ഒന്നിച്ച് ആ ഭഗവാനെയും ഭഗവതിയും ഏമായിട്ടാണ് സേവിക്കാൻ പറ്റും. അവരോര് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണ് ഗൃഹസ്ഥന്മാർക്കുള്ള വിധി. അവരോര് ചെയ്യേണ്ടത് ചെയ്തിട്ട് വേണം ആ ഭഗവാനെയും ഭഗവതിയും ഉപാസിക്കാൻ. അല്ലാണ്ട് ഇപ്പം ചന്ദ്രൻ പുറപ്പെടുന്ന പോലെയല്ല. ചിലപ്പോൾ അറിയും, അതേ നാളെ ഇന്നാണ് ഇവിടെ വരുന്നത്രേ, മഹാഭാവി ഇവിടേക്ക് വരുന്നല്ലേ, അതെ ഒരു കാര്യം ചെയ്യാം, നാളെ നമ്മൾ ഇന്നോടത്തേക്ക് തൊഴാൻ പോകാമെന്ന്. അയാളെ വേണ്ടാന്ന് വെക്കാനാവും ചിലപ്പോൾ ഭക്തി തൊഴാൻ പോകുന്നത്. അങ്ങനെയല്ല, അവരോര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിതാക്കളുണ്ടെങ്കിൽ അവരെ നോക്കുക, അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ഭരണാധികാരികളാണെങ്കിൽ ഭരണകാര്യങ്ങൾ നോക്കുക, അവരവരുടെ ഉദ്യോഗം എന്താച്ചാൽ അത് വേണ്ട പോലെയാക്കുക. ഇതൊക്കെ കഴിഞ്ഞ് സമയാസമയത്ത് വേണ്ട പോലെ സേവിക്കുകയും ഇവർ രണ്ടാളും അവരവരുടെ കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്ത് പാർവതി പരമേശ്വരന്മാരെയാണ് സേവിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ശ്രീകൈലാസം പർവ്വതത്തില് ശ്രീപാർവതിക്ക് ഇരിപ്പുറക്കേണ്ടി. എന്താ പാർവതി അവിടെ കിടന്ന് ഞാൻ വരികണത്? എന്നെ കാണാനേ വരുന്നത് എന്താ? അതെ ഭർത്താവ് പുറപ്പെട്. എവിടേക്കോ? ആ അഞ്ജനയും കേസരി അവിടെ എത്ര ദിവസമായി താമസിക്കുന്നു? ഇപ്പൊ നേരം പാകാം, അവർക്ക് ഉണ്ണി ഉണ്ടാവണം തിരിച്ചിട്ടല്ലേ. പാർവതി എന്നെ അങ്ങനെ ഗെയിമായിട്ട് സേവിക്കണവരൊക്കെ അനവധി ഉണ്ടാവും. അതൊക്കെ സമയമാവുമ്പോ ഞാൻ വേണ്ട പോലെയാക്കും. ഭർത്താവ് അങ്ങനെ വയ്യ. എന്താ, ഓരോ അസുരന്മാര് വന്നിട്ട് ആ ആയുധം വേണം ഈ ആയുധം വേണം പറയുമ്പോ അപ്പം കൊടുക്കൂല. ആ അഞ്ജനയ്ക്കും കേസരിക്കും ഒരു ഉണ്ണി ഉണ്ടാവണം തന്നെയുള്ളൂ. ഇപ്പൊ പുറപ്പെടണം. പുറത്താണ്ട് കഴിഞ്ഞിട്ടാ ഞാൻ തന്നെയാ പറയാൻ. അതെ ഇതൊന്നും ഇവിടെ നടക്കില്ലാന്നോ, അവിടെ ഇരിക്കാം. ആ പാർവതി ഇരിക്കണ പോലെ എന്നാ വിചാരിക്കണത്. പാർവതിക്ക് പുറപ്പെടണ പാർവതിയോട് പുറപ്പെട്ടോളൂ, ഞാൻ എനിക്ക് പുറപ്പെടണം. അവിടെയുള്ളൂ ഭഗവാൻ താമസ. ദേവിക്കാണെങ്കിൽ ഭക്തരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. സാധാരണഗതിക്ക് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞാൽ ദേവി പോവാ പറയും. ഒന്ന് നിരീച്ചു അങ്ങനെയുണ്ട് വിടാൻ പറ്റണം. അങ്ങനെയുണ്ടോ ഒരു വാശി? ഭർത്താക്കന്മാരുടെ സ്വഭാവം നോക്കിയാൽ അറിയാം. ചിലപ്പോൾ പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഭാര്യ പോകണോ ചോദിച്ചാൽ അവളപ്പം ചോദിക്കുക എന്നാ പോണില്ലാന്ന് ചോദിക്കും. ബുദ്ധി ഉണ്ടെങ്കിൽ പോണ്ടാന്ന് പറഞ്ഞു നോക്കുക. അപ്പം ചിലപ്പോൾ പുറത്തു വരും. ഇങ്ങനെ ഭഗവാൻ തന്നെ അങ്ങനെയൊക്കെ വാക്കിലേത്ത കാര്യം പറയാൻ ചെയ്യുന്നു. അപ്പോ അങ്ങനെയുണ്ടോ ഒരു കാര്യം? നാ പുറപ്പെടിക്കല്ലേ നിശ്ചയിച്ച് ദേവി പറഞ്ഞു. ശ്രീപരമേശ്വര അങ്ങ് പുറപ്പെടല്ലേ? പാർവതി ഞാൻ പുറപ്പെടില്ല. കുറച്ചോ? ഞാൻ പുറപ്പെടില്ല എന്ന് പറഞ്ഞില്ലേ പാർവതി? പരമേശ്വര ഉറച്ചോ?
ഞാൻ പുറപ്പെടില്ല പറഞ്ഞില്ലേ, പിന്നെന്താ? അതല്ല ഉറച്ചോ? എന്താ ഈ ഉറച്ചു ചോദിക്കുന്നത്? കടുക്ക കുടിച്ചിട്ടൊന്നും അല്ല വന്നിരിക്കണം.